എപ്പിസോഡ് എന്തായിരുന്നു? കഴിഞ്ഞ എപ്പിസോഡിൽ വിശേഷം എന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു യൂട്യൂബ് അപാരത എന്നും പറഞ്ഞാണ് നമ്മൾ ഒരു ടോപ്പിക് കൊടുത്തത്. ആൻഡ് ഞാനും എൻ്റെ കൂട്ടുകാരും എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങി, അതിനു മുമ്പ് ഞാൻ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, എന്നിട്ട് ഇതെല്ലാം എങ്ങനെയാണ് പൂട്ടിപ്പോയത്, എന്നിട്ട് ചില വീഡിയോസ് നമ്മളെ മെമ്മറീസിന് വേണ്ടി എങ്ങനെയാണ് അവിടെ വെച്ചെന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ആൻഡ് അത് കഴിഞ്ഞ ആഴ്ച എവിടെ പോയെന്ന് കുറേ ആൾക്കാർ ഇൻ ദ സെൻസ് ഒരു 5-6 ആയിരിച്ചിരുന്നു. ആൻഡ് വയ്യായിരുന്നു, തൊണ്ടവേദന, പനി, അങ്ങനെ. പിന്നെ അതിന് ട്രാവലിംഗ് ഫ്രം ഹോസ്റ്റൽ ടു ഹോം. സോ ഞാനിപ്പോൾ വീട്ടിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വീക്കെൻഡിൽ അപ്ലോഡ് ചെയ്യാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഹെൽത്ത് കാരണം അത് പറ്റിയില്ല. വീക്ക് ഡേയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു, ദെൻ വീക്ക് ഡേയിൽ സമയമില്ലായിരുന്നു. ആൻഡ് ദെൻ ഇപ്പോൾ വീക്കെൻഡിൽ വീണ്ടും അപ്ലോഡ് ചെയ്യണം. റമദാനെല്ലാം തുടങ്ങി. GCC കൺട്രീസിലും ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം റമദാൻ 1 മാർച്ച് 2025 തുടങ്ങി. നാട്ടിലും ബാക്കിയുള്ള ചില രാജ്യങ്ങളിലെല്ലാം 2 മാർച്ച് 2025 തുടങ്ങി. ഇന്നത്തെ എപ്പിസോഡിൽ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ റമദാൻ്റെ വിശേഷങ്ങളും ഞാൻ എങ്ങനെയാണ് ദുബായിൽ റമദാനും എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തതും എങ്ങനെയൊക്കെ പറയാനാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. യു ആർ ലിസണിങ് ടു വിശേഷം ആൻഡ് സ്റ്റാഫ് റൈറ്റ് ഹിയർ ഓൺ സ്പോട്ടിഫൈ. നോമ്പിനെ കുറിച്ചും ദുബായിലെ നോമ്പ് കാലത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് ഉവൈസിനെ കുറിച്ച് സംസാരിക്കാം. മൈ ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെ ഉവൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോമ്പ് കാലത്ത് അതായത് നമ്മൾ ദുബായിലെ പള്ളിയിലെ ഗേറ്റൊക്കെ അടച്ചിട്ട് മോൻ വരുള്ളൂ. പള്ളിയിലെ വാതിലെല്ലാം അടച്ച് അവനവൻ്റെ കൂട്ടുകാരും അങ്ങനെ വരുന്ന ഒരാളാണ്. കാരണം 11 മാസവും റീൽസ് കാണില്ലേ, നമ്മൾ 11 മാസവും തെരയും വിളിച്ച് നടക്കുന്ന ഒരാൾ ഈ ഒരു നോമ്പ് കാലത്താകുമ്പോൾ ഏറ്റവും കൂടുതൽ ഹലാലും ഒറ്റ വാക്കോലും പറയാതെ ദ മോസ്റ്റ് പ്യുവർ പേഴ്സൺ ഐ ഹവ് സീൻ ഡ്യൂറിങ് റമദാൻ ടൈംസ്. ദാറ്റ് ഇസ് ഓൾവേസ്. ആൻഡ് എന്താ പറയാനാ, ലാസ്റ്റ് റമദാൻ, അതായത് ഞാൻ +2 പഠിക്കുന്ന സമയത്താണ് ആക്ച്വലി ഒരു ദിവസം, അതായത് നമ്മുടെ ബോർഡ് എക്സാം സമയത്ത് +2 ബയോളജി ബോർഡ് എക്സാമിൻ്റെ സമയത്ത് ഒരു 10-15 ദിവസം ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റഡി ലീവിൻ്റെ സമയത്ത് ഒറ്റ ദിവസമാണ് നമുക്ക് ആ ഒരു സ്റ്റഡി ലീവിൻ്റെ ഇടയിലാണ് നോമ്പ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഉറക്കമൊഴിഞ്ഞിട്ടാണ് അങ്ങനെ അത്താഴമെല്ലാം കഴിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഇവൻ ഉറക്കമൊഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലെ ഫുഡെല്ലാം കഴിച്ച് ഇവൻ്റെ കൂടെ പള്ളിയിൽ പോയി അവൻ്റെ കൂടെ കൂട്ടുകാരോടെ എല്ലാം സംസാരിച്ച്. ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ശനി ഞായറൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു 6-7 മണിക്കാണ് അവൻ വീട്ടിൽ കയറുന്നത് തന്നെ. ഈ ഫജർ നിസ്കാരം എല്ലാം നിസ്കരിച്ച് ഫുള്ള് അങ്ങ് കറങ്ങി, ഫുൾ ഹോർലാൻഡ്സ് അങ്ങ് കറങ്ങി, എന്നിട്ടാണ് അവൻ കയറുന്നത്. ഞാൻ അന്ന് ഭാഗ്യത്തിന് അവൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും സ്കൂളുള്ളതുകൊണ്ട് നേരത്തെ വീട്ടിൽ പോകാൻ പറഞ്ഞു. അവനും ഉറക്കം വരുന്നത് തന്നെ അങ്ങ് പോയി. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 6-7 മണിക്ക് കയറുന്ന ആളാണ്. ഫജർ നിസ്കാരമെല്ലാം നിസ്കരിച്ച് 6-7 മണിക്കെല്ലാം കയറി ഒരു ലേറ്റായിട്ട് കയറുന്ന ആളാണ്. അതെനിക്ക് ഒരു കാര്യം എനിക്ക് അന്നാണ് മനസ്സിലായത് ആൾ. എന്നിട്ട് കിടന്നുറങ്ങുന്നു. എന്നിട്ട് അറൗണ്ട് ഒരു ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു ലുഹർ നിസ്കരിക്കാൻ എണീക്കും, അല്ലെങ്കിൽ ലുഹർ നിസ്കരിക്കാൻ ഒരു 12-1 മണിക്ക് എണീക്കും. അത് കഴിഞ്ഞിട്ട് അസർ നിസ്കരിക്കും, പിന്നെ വീണ്ടും കിടന്നുറങ്ങും. അത് കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കും. അത് കഴിഞ്ഞിട്ട് ഇഷ നിസ്കാരം, തറാവി, വിത്തർ, ഇതെല്ലാം ആൾ ഫുള്ള് നിസ്കാരവും കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, ഗേറ്റെല്ലാം ക്ലോസ് ചെയ്തിട്ട് ആൾ വരുള്ളൂ. ആളുടെ കൂട്ടുകാരും അമീൻ, ഹംസ, മുസ്തഫ, പിന്നെ മാസി, ഇവരെല്ലാവരും ആ ഒരു ഗ്യാങ്ങിലൊരു സ്പെഷ്യൽ ആൾക്കാരാണ്. ഇവരോടൊക്കെയാണ് ഞാൻ ജുമാക്കൊക്കെ പോകുന്നത്. ആൻഡ് വെരി ഗുഡ് ഗ്രൂപ്പ്. ആൻഡ് ഐ എം ഹാപ്പി ഫോർ ഹാവിങ് ദോസ് കൈൻഡ് ഓഫ് പീപ്പിൾ ഇൻ മൈ ലൈഫ്. വെരി പോസിറ്റീവ്, അതായത് ചിരിക്കാനേ ഉള്ളൂ. അൽഹംദുലില്ലാ അങ്ങനത്തെ ഒരാൾക്കാരെ കിട്ടിയതിന് ഞാൻ വീണ്ടും അൽഹംദുലില്ലാ പറയുന്നു. ആൻഡ് എന്താ പറയാനാ, ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെ മറ്റേ കണ്ണൂർ സ്ക്വാഡിനെ പോലെ ദ റമദാൻ സ്ക്വാഡ്. ഐ വുഡ് സ്പെഷ്യലൈസ് ദം ലൈക്ക് ദാറ്റ്. ഓക്കെ, നമുക്ക് അവരെക്കുറിച്ച് വിടാം. ഇനി ദുബായിലെ കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഇനി ദുബായിൽ എങ്ങനെയാണ് ഞാൻ റമദാനിലെല്ലാം കണ്ടുമുട്ടി വരുന്ന ഒരു കാര്യം. സോ നോമ്പെന്ന് നമുക്ക് നോമ്പ് ഇന്ന ദിവസം, അല്ലെങ്കിൽ ഈ ദിവസം, അല്ലെങ്കിൽ അടുത്ത ദിവസം, നോമ്പ് വരെയാണ്. അപ്പോൾ അതിന് 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച മുമ്പ് തന്നെ ദുബായ് ലൈറ്റ്സ്, അല്ലെങ്കിൽ ദുബായ് സ്ട്രീറ്റ്സ് ആർ ലൈറ്റഡ്. ഇറ്റ്സ് ലൈക്ക് വിത്ത് ഫുൾ ലൈറ്റ്സ്. അതാണ് കാര്യം, മനസ്സിലായില്ലേ? വിത്ത് ഫുൾ ലൈറ്റ്സ്, വിത്ത് LED ലൈറ്റ്സ്, അങ്ങനെ റമദാൻ കരീം അങ്ങനെയൊക്കെ പറഞ്ഞ് റൗണ്ട് ബോട്ടിലും ആ പാർക്കിൻ്റെ ഇടയിലായാലും എവിടെയായാലും ലൈറ്റ്സ് അങ്ങനെ വരികയാണ്. അത് കഴിഞ്ഞ് റമദാൻ മാർക്കറ്റിൻ്റെ ഒരു തുറക്കമാണ്. ഐ ഡോണ്ട് നോ, ദുബായിലുള്ള എല്ലാ സ്ഥലത്തും ഇല്ല. നമ്മൾ ഈ മണ്ണെല്ലാം മാത്രം കിടക്കുന്ന ഒരു സ്ഥലത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു പെർമിഷൻ എടുത്തിട്ട് തുടങ്ങുന്ന ഒരു റമദാൻ മാർക്കറ്റാണ് ഈ റമദാൻ ടൈം. കഴിഞ്ഞ വർഷം റമദാൻ ഫുഡ് ഫെസ്റ്റിവൽ
UAE എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടോ അല്ലെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം ഫുഡ് ഫെസ്റ്റിവൽ, റമദാൻ ഫുഡ് ഫെസ്റ്റിവൽ കറാമയെ വെച്ച് തുടങ്ങിയിരിക്കുന്നത്. യെസ്, ദ കൊച്ചു കേരളം ഓഫ് ആർ ദുബായ്. നമ്മൾ കേരളം ഓഫ് ദുബായ് എന്ന് പറഞ്ഞാൽ കാരണം ഏറ്റവും കൂടുതൽ ഓൾമോസ്റ്റ് ഐ ഗെസ് ഏറ്റവും കൂടുതൽ മലയാളി പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലമാണ്. ഫാമിലീസ്, ബാച്ചിലേഴ്സ്, പിന്നെ ആൻഡ് അനദർ തിങ്സ് റെസ്റ്റോറൻറ്റ്. ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റ്സിൻ്റെ പേര് എന്നെ എണ്ണി മറന്നു. കാരണം അമ്മാതിരി കച്ചവടമാണ് നോമ്പ് സമയത്ത് ഈ റെസ്റ്റോറൻറ്റൊക്കെ. എത്ര പലഹാരം, 100 ടൈപ്പ് പലഹാരങ്ങൾ. കാരണം ഓരോ കടയിലും ഓരോ ടൈപ്പ് പലഹാരങ്ങളാണ് വെക്കുന്നത്. ആൻഡ് നോമ്പ് കാലത്തെല്ലാം രാവിലെ 4-5 മണി ഫജറിൻ്റെ ബാങ്ക് കൊടുക്കുന്നവരെ റമദാൻ ആ ഫുഡ് ഫെസ്റ്റിവൽ ഓണാണ്. കറാമ ഓണാണ്. കറാമയിലെ ആൾക്കാർ പാട്ടും പാടി. ഇപ്പോൾ നിങ്ങൾ റീൽസിലെല്ലാം കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, നമ്മൾ ഈ ഗിത്താറെല്ലാം പിടിച്ച ആൾക്കാർ സ്ട്രീറ്റ്സിലിരുന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പാട്ട് പാടുന്നതും പിന്നെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതും 4-5 മണിക്കെല്ലാം. കാരണം ഡ്യൂറിങ് റമദാൻ കറാമ ഇസ് ലൈക്ക് ഓൾറെഡി ഓണാണ്. ഇതാണെങ്കിൽ മറ്റേ ഡബിൾ ഓണാണ്. അത്ര വൈബാണ് കറാമ ഡ്യൂറിങ് ദിസ് റമദാൻ ടൈംസ്. അപ്പോൾ ഞാൻ ഈ ഫുഡ് ഫെസ്റ്റിവൽ തിരക്കി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ കൂട്ടുകാരൻ സഞ്ജയായിട്ടാണ് പോയത്. അപ്പോൾ പറഞ്ഞു അത് ഫുഡ് ഫെസ്റ്റിവൽ തീർന്നല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ആൻഡ് ഐ വാസ് സാഡ്. ബട്ട് കഴിഞ്ഞ പ്രാവശ്യം സഞ്ജയ്, ബെഞ്ചമിൻ, അർജുൻ, ഞാൻ, ഒവീസ്, കൃത്തിക് എല്ലാവരും പോയി. നോക്കിയപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലും കഴിക്കാൻ സ്ഥലമില്ല. നോമ്പ് മുറിച്ച് കഴിഞ്ഞു. ഓക്കെ ഫൈൻ, നോമ്പ് മുറിച്ച് കഴിഞ്ഞു. നമ്മൾ നോമ്പ് മുറിച്ചത് തന്നെ നമ്മൾ നോമ്പ് മുറിച്ചത് തന്നെ എവിടെ നിന്നിട്ടാണ് മുറിച്ചത്. കാരണം നമുക്ക് സ്ഥലമില്ല. കാരണം അത് ബുക്ക് ചെയ്യണം. കുറേ ആൾക്കാർ, എല്ലാവരും 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പൊക്കെയാണ് ബുക്ക് ചെയ്തിട്ട് കറാമ റെസ്റ്റോറൻറ്റ്സിൽ കയറുന്നത് തന്നെ. ഫാമിലി ആണെങ്കിലും ബാച്ചിലേഴ്സ് ആണെങ്കിലും എല്ലാവരും. അപ്പോൾ നമ്മൾ സ്ട്രീറ്റിൽ നമ്മൾ എന്തോ വെള്ളവും ഡേറ്റ്സോ പഴം എന്തായി കഴിച്ചു. ഓക്കെ, ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് എങ്ങനെ കഴിക്കും? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഫുഡ് എങ്ങനെ കഴിക്കും? ദാറ്റ് ഈസ് ദ തിങ്. ഓരോ കടയിൽ പോയി ഒരു മലയാളി റെസ്റ്റോറൻറ്റിലും സ്ഥലമില്ല. ഒരു 2 മണിക്കൂർ വെയിറ്റിംഗ്, 1.5 മണിക്കൂർ വെയിറ്റിംഗ് ആണ് റമദാൻ സമയത്ത്. ഓൾറെഡി 30 1 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. റമദാൻ സമയത്താണെങ്കിൽ ഇത് ഡബിളാണ്, മനസ്സിലായില്ലേ? ആൻഡ് വീക്കെൻഡ് ആണെങ്കിൽ ഇതിനേക്കാട്ടി ഡബിളാണ്. വീക്കെൻഡൊക്കെ ആണെന്ന് വെച്ചാൽ ഓൺ, ഡബിൾ ഓൺ, ട്രിപ്പിൾ ഓൺ, അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് കറാമ. സോ ഇങ്ങനെ പോകുന്നു നമ്മൾ. റെസ്റ്റോറൻറ്റ്സ് തേടി സ്ട്രീറ്റ്സ് ഫുള്ള് നടക്കുകയാണ്. അവസാനം പിന്നെ ഒരു പഞ്ചാബി റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഫുഡും കഴിച്ചിട്ട് വരേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഞാൻ പൊറോട്ടയും ബീഫ്, അതായത് നമ്മൾ ഈ ചൂട് മലബാർ പൊറോട്ടയിൽ ഇങ്ങനെ അടിച്ചിട്ട് നമ്മൾ ഈ കറക്റ്റ് ഈ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ പാനിലിട്ട് നമ്മൾ ഈ അടിച്ചിട്ട് മറ്റേ ക്രഞ്ചി പൊറോട്ടയില്ലേ, അത് കഴിക്കാൻ നമ്മൾ ഈ ചൂട് ബീഫ് ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് വരട്ടി ചൂട് ബീഫും. ഞാൻ എങ്ങനെ ഒരു പൊറോട്ട എടുക്കുക, ബീഫിൻ്റെ ഗ്രേവി, നമ്മൾ ഈ ചുവന്ന ബീഫ് കറിയില്ലേ, ഓറഞ്ച് കറിയില്ലേ, ആ ഓറഞ്ച് കളറിലുള്ള കറി അങ്ങനെ എടുത്തിട്ട് ഇത്തിരി ഒരു ഉള്ളി, സവാളയുടെ ഒരു പീസും കൂടി ആഡ് ചെയ്തിട്ട് വായിൽ വയ്ക്കുമ്പോൾ ഒരു ക്രഞ്ചി, പിന്നെ ബീഫിൻ്റെ അലിഞ്ഞു പോകുന്നതും പിന്നെ ഓണിയൻ്റെ ആ ഒരു പുളിപ്പും, ഇതെല്ലാം പറയുമ്പോൾ വായിന്നിങ്ങനെ വെള്ളം വരെയാണ് കേട്ടോ. ഐ മിസ് ദാറ്റ്. ആൻഡ് പൊറോട്ട, ബീഫ് ഡ്രൈ ഫ്രൈ, ആരാമോ, ദാറ്റ്സ് എ സ്പെഷ്യൽ മെൻഷൻ. നമ്മളിപ്പോൾ ഫുഡിനെ കുറിച്ച് പറയാണ്, നോമ്പ് വിശേഷങ്ങളെക്കാളും ഫുഡിനെ കുറിച്ച് പറയാണ്. ഓക്കെ, ലീവ് ദാറ്റ്. അപ്പോൾ കറാമയിലെ കാര്യം ഇങ്ങനെയാണ്. അത് കഴിഞ്ഞ് നമ്മളെ സ്കൂളിലെ കാര്യമാണ്. സ്കൂളിൽ നിന്ന് വയ്ക്കുമ്പോൾ നമുക്ക് ബ്രേക്ക്, അതായത് നമ്മൾ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ്സസ് ആഴ്ചയിൽ ഒരു ദിവസം കിട്ടുന്ന ഒരു ക്ലാസ്സാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അന്ന് ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കുകയാണ്. നോമ്പ് സമയമായതുകൊണ്ട് നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഇറക്കില്ല. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് ചൂടും കൂടിയാവും. അതുകൊണ്ട് ചൂടും കൂടി ആയതുകൊണ്ട് നമ്മൾ ഇറക്കില്ല. സോ നോമ്പ് സമയം തൊട്ട് ആ ഒരു വിൻ്റർ സമയം വരെ നമുക്ക് കളിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും. അതിൻ്റെ ഇടയിൽ 2 മാസം സമ്മർ ബ്രേക്ക് ഉണ്ട്, പക്ഷെ എന്തായാലും കളിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് സ്കൂളിലാണെങ്കിൽ ലേറ്റായിട്ട് പോവാം, നേരത്തെ വരാം. ഒരു 30-40 മിനിറ്റ് ലേറ്റായിട്ട് പോകാം, 30-40 മിനിറ്റ് നേരത്തെ വരാം. ചില സ്കൂളുകൾ അങ്ങനെയാണ്. ഞാൻ ഇപ്പോൾ ന്യൂസിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡേ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഓപ്റ്റ് ചെയ്യാമെന്നാണ്. നമ്മളെല്ലാം, അതായത് ഞാൻ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ സ്ഥലത്തു നിന്ന് ഇറങ്ങുമ്പോഴായിരിക്കും കുറേ അപ്ഡേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ദാറ്റ്സ് ഹൗ മൈ ലൈഫ് വാസ്, എന്താ പറയാനാ. ആൻഡ് പിന്നെ എന്തെങ്കിലും ഈ ഒരു പോഡ്കാസ്റ്റിന്, കാരണം ഇത് പെട്ടെന്ന് തോന്നി, കാരണം റമദാനാണ്, പെട്ടെന്ന് റെക്കോർഡ് ചെയ്തിട്ട് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണം. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് പറയാം. ആൻഡ് സ്പെഷ്യൽ മെൻഷൻ ടു ഹനൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് എപ്പിസോഡ് എവിടെയെന്ന് ചോദിക്കുന്ന ആളാണ്. എത്തിയില്ലേ. ഞാൻ പറഞ്ഞു ഇൻഷാല്ലാ എന്ന് പറഞ്ഞ്
അത് നിവിനുലിൻ ആൻഡ് ദെൻ all those people. കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു. ആൻഡ് സോ മിസ്സിങ് ദുബായ് വൈബ്സ് ഇൻ ഡ്യൂറിങ് റമദാൻ, ദാറ്റ്സ് എ സ്പെഷ്യൽ മിസ്സിങ്. ആൻഡ് പിന്നെ രാത്രി ആയാലും ലൈക്ക് ഇറ്റ്സ് ഓൺ. പിന്നെ ഇഫ്താർ ഫൊഗോട്ട് നമ്മൾ പള്ളികളിലെ ഇഫ്താർ, ഈ പള്ളികളിലെ ഇഫ്താർ എന്ന് വയ്ക്കുമ്പോൾ ആൾക്കാർ ഈ മോസ്റ്റ്ലി ഇറ്റ്സ് ബാച്ചിലർ റൂമിലെ ആൾക്കാർക്ക് ഈ ടെൻറ്റ് സെറ്റ് ചെയ്യും ഗവൺമെൻറ്. എന്നിട്ട് ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് തന്നെ ഇത് ഏറ്റെടുത്തിട്ട്, ഐ ഗസ് പ്രൈവറ്റ് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് നമ്മൾ ആൾക്കാർക്ക് അവർക്ക് ഫുഡ് കൊടുക്കും. സോ ഈ പള്ളിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പാത്രത്തിൽ 4 പേരും ബിരിയാണി കഴിക്കും. എന്നിട്ട് അവർക്ക് ഓറഞ്ചും ഫ്രൂട്ട്സും വെള്ളമൊക്കെ കൊടുക്കും. ആൻഡ് അത് കഴിഞ്ഞ് നമ്മുടെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിൽ ഒരു വലിയൊരു ഇഫ്താർ ബോഫ് ഉണ്ട്. ഇഫ്താർ ബോക്സ് ഐ ആക്ച്വലി വോണ്ട് ടു ഈറ്റ് ദാറ്റ്. ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും ഒന്ന് പോയി കഴിക്കണം. ഒരു എൻറ്റയർ ഫീസ്റ്റ് ദാറ്റ് ഇസ് എന്ത് പറയാനാ, കിടിക്കാച്ചി 5 സ്റ്റാർ ഇഫ്താർ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതാണ്. അത് നമ്മുടെ വീഡിയോയിൽ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ കിച്ചൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും എങ്ങനെയാണ് അവർ ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതും അങ്ങനെയൊക്കെ. പിന്നെ ഇഫ്താറിൻ്റെ കച്ചവടമാണ് അവിടെ പോയാലും ഇവിടെ പോയാലും. പിന്നെ നമ്മളെ ദേറയിൽ നമ്മൾ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ നടന്നു കഴിഞ്ഞാൽ പക്കാവട, പിന്നെന്താ ബജി, സമൂസ, एक धर्म का സമൂസ, 2 धर्म का സമൂസ, അങ്ങനെയെന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ്സ്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ്, പഞ്ചാബി റെസ്റ്റോറൻറ്റ്സ്, പിന്നെ നമ്മളെ മലയാളിക്കന്മാരുടെ കഫേസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ ബത്തക്കയും മാംഗോ, തണ്ണിമത്തനും മാംഗോ. അവിടെ ഏറ്റവും കൂടുതൽ ഓടുന്നത് തണ്ണിമത്തനും മാംഗോയാണ് ഈ ഒരു സമയത്ത്. പിന്നെ എൻ്റെ മനസ്സിൽ വേറെ റമദാനെക്കുറിച്ച് തോന്നുമ്പോൾ ഐ തിങ്ക് ഇത്ര ഒരു മെമ്മറി എൻ്റെ ഉള്ളിലുള്ളൂ. ആൻഡ് പിന്നെ ഈദിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഈ ഒരു 3-4 വീക്സിൻ്റെ ഇടയിൽ നമുക്കൊരു പുതിയ സെഗ്മെൻറ്റ് ഒന്ന് പ്ലാൻ ചെയ്താലൊന്ന് ഒരു എന്താ പറയുക എൻ്റെ ഒരു മൈൻഡിലുണ്ട്. ദാറ്റ് വിൽ ബി സംതിങ് സർപ്രൈസിങ്. ബട്ട് എന്താ പറയുക, ഈ ഒരു റമദാൻ പുണ്യമാസം എല്ലാവർക്കും നന്നായിട്ട് പോകട്ടെ, എല്ലാവർക്കും എല്ലാ നോമ്പും പിടിക്കാൻ സാധിക്കട്ടെ, എല്ലാവർക്കും പടച്ചവൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഇഫ് ദർ ഇസ് എനിത്തിങ് ടു ഇംപ്രൂവ്, ഇഫ് ദർ ഇസ് എനി സജഷൻസ്, പ്ലീസ് ലെറ്റ് മീ നോ ആൻഡ് പ്ലീസ് ലെറ്റ് മീ നോ ഹൗ ദിസ് എപ്പിസോഡ് വാസ്. സോ അടുത്ത ഒരു എപ്പിസോഡിൽ അടുത്തൊരു പുതിയ വിശേഷമായി once again, thank you for tuning in. You're listening to Vishesham and Stuff right here on Spotify. Wishing you all a very happy Ramadan and a Ramadan Kareem.